വിവേകിനെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ ബാക്കിയെല്ലാം ഉണ്ട്. അവന് ടാലൻസ് ഉണ്ട്, പരീക്ഷകളിലെല്ലാം നല്ല മാർക്കുണ്ട്. പക്ഷേ ഒരിടത്തും ഒരു നല്ല ജോലി കിട്ടുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിലും അവന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റ കാര്യമാണ് അവനെ പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്നത്: കോൺഫിഡൻസ്. വിത്തൗട്ട് കോൺഫിഡൻസ് എവറിത്തിങ് എൽസ് ഡസിൻ മാറ്റർ. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന 100 പേരിൽ ഒരു 90 പേർക്കെങ്കിലും ബെസ്റ്റ് ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ അതിനു വേണ്ടിയിട്ട് വർക്ക് ഇടുന്നവർ, അത് ബിൽഡ് ചെയ്തെടുക്കുന്നവർ 10-15 പേര് മാത്രമാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ ആ 10-15 പേരിൽ 1-2 പേർ മാത്രമാണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. അവരത് ചെയ്യുന്നത് കോൺഫിഡൻസ് മാത്രം വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. നമ്മുടെ ഒറിജിനാലിറ്റീനെ, നമ്മൾ വിശ്വസിക്കുന്നതിനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമാണ്, ഒരു സ്ട്രോങ് മൈൻഡാണ് അവരെ ടോപ്പിലെത്തിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ വൺ ഓഫ് ദി ഐക്കൺസായി മാറിയ പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട്: ഐ ടോട്ട് മൈസെൽഫ് കോൺഫിഡൻസ്. വെൻ ഐ വുഡ് വാക്ക് ഇൻ ടു എ റൂം ആൻഡ് ഫീൽ സ്കെയർഡ് ടു ഡെത്ത്, I would tell myself, I am not afraid of anybody. കോൺഫിഡൻസ് പഠിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. തൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് കൊണ്ടുവന്നതും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവന്നതും ഈ കോൺഫിഡൻസ് ആണെന്ന് പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട്. എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം എപ്പോഴും നമ്മളെ ചോദ്യം ചെയ്യാനായിട്ട് റെഡിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിലേക്ക് സംശയങ്ങൾ ഇടാനായിട്ട് റെഡിയായിട്ടാണ് നിൽക്കുന്നത്. ചലഞ്ചുകൾ ഇടാനായിട്ട് റെഡിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ചലഞ്ചിന് മുമ്പിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ അറിയില്ലായിരിക്കും. ആ ചലഞ്ചിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. പക്ഷേ അവിടെയും അതിനെ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുക എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്: നോ, ഐ ആം നോട്ട് വീക്ക്, ഐ ആം സ്ട്രോങ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ എൻ്റെ മാക്സിമം ഈ ഒരു കാര്യത്തെ ഫേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതുമാത്രമല്ല, ഐ ബിലീവ് ഐ ക്യാൻ ഡു ഇറ്റ്. ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു കാര്യത്തിൽ നിന്ന് ഓടി മാറിപ്പോകുന്നതിന് പകരം അതിനെ ഫേസ് ചെയ്യാനായിട്ട്, എന്ത് വന്നാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറാനായിട്ട് തുടങ്ങും. രണ്ടാമത്തെ കാര്യമാണ് പ്രിപ്പറേഷൻ. കോൺഫിഡൻസ് കംസ് ഫ്രം പ്രിപ്പറേഷൻ. നമുക്ക് പലപ്പോഴും വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ വേണ്ടത്ര റെഡി അല്ലാത്തത് കൊണ്ടാണ് കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തത്. ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, വി വിൽ ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഒരു പാട്ട് പാടാനായിട്ടൊരു പെർഫോമൻസിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലിറിക്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പാട്ടിൽ നമ്മൾ എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. സോ ഡു ദ വർക്ക് എന്നുള്ളതാണ്. നമ്മുടെ പ്രിപ്പറേഷൻ ലെവലിൽ നമ്മൾ മാക്സിമം എഫോർട്ട് ഇടുക. മൂന്നാമത്തെ കാര്യമാണ്, ഡോണ്ട് ലുക്ക് ഇൻ ടു എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ കോൺഫിഡൻസ് പലപ്പോഴും കളയുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴാണ്, നമ്മുടെ മുമ്പിലുള്ള സമയത്തിലേക്ക് നോക്കുമ്പോഴാണ്. ശരിക്കും ഭൂമിയിലുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യർ പേടിക്കുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും, എനിക്ക് ആ ഒരു ധൈര്യം കിട്ടുമോ? നമ്മൾ റിസൾട്ടിൽ നോക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. നമ്മൾ പ്രോസസ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ എഫോർട്ടിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ട് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല, പക്ഷേ എഫോർട്ട് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് എല്ലാം മാറ്റിവെച്ച്, ഫ്യൂച്ചറിലേക്കുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സമയത്തിൽ മാക്സിമം എഫോർട്ട് ഇടുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് അപ്പിയറൻസ്. നമ്മുടെ ഡ്രസ്സും നമ്മളെങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതും. ഇവിടെ നമ്മൾ റിച്ച് ആണെന്ന് കാണിക്കാനോ നല്ല പോഷ് ലുക്കിൽ നടക്കാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുടി കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മറ്റാരെയും കാണിക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. ഒരു ഡിസ്കഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ പോയിൻ്റ് യാതൊരു പേടിയും കൂടാതെ നല്ല ധൈര്യത്തോടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ കോൺഫിഡൻസ് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തന്നെയുള്ള സമയങ്ങളിലാണെങ്കിൽ പോലും വെറുതെ സംസാരിച്ച് നോക്കുക. ട്രൈ ടു ടോക്ക് ടു യുവർ സെൽഫ്, ലേൺ ദ ലാംഗ്വേജ്. ആറാമത്തെ കാര്യമാണ് ബി ജെനുവിൻ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ അതെപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എടുത്തു കളയും. ജെനുവിനിറ്റി കാരണമാണ് നമ്മളെ ബാക്കിയുള്ളവർ ട്രസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴെല്ലാം ജെനുവിനാണോ അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. മറ്റുള്ളവർ നമ്മളെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. മാത്രമല്ല, ജെനുവിനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ തീരെ കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ, നമ്മുടെ മൈൻഡ് ഭയങ്കര വീക്കാണെങ്കിൽ, നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കണം: കോൺഫിഡൻസ് ക്യാൻ ബി ലേൺഡ്, കോൺഫിഡൻസ് ക്യാൻ ബി ബിൽഡ്. ഒരിക്കലും അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഓരോ ദിവസവും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനി ട്രാൻസിഷൻ ഈസ് ഈസിയർ ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യുവർ ടാലൻറ്റ്. നമ്മുടെ കഴിവിലും നമ്മുടെ എബിലിറ്റിയിലും ഉറച്ച് വിശ്വസിക്കുക. ബി കോൺഫിഡൻറ്റ്. നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആവണോ, നമുക്ക് കോൺഫിഡൻസ് വേണം. സോ സ്റ്റാർട്ട് ബിൽഡിംഗ് കോൺഫിഡൻസ് വിത്ത് ദീസ് സ്റ്റെപ്സ്. ഒന്നാമത്തെ കാര്യം, ബിൽഡ് യുവർ ആറ്റിറ്റ്യൂഡ്.
രണ്ടാമത്തെ കാര്യം പ്രിപ്പയർ വെൽ. മൂന്നാമത്തെ കാര്യം ഡോണ്ട് ലുക്ക് ഇൻ ടു എക്സ്പെക്റ്റേഷൻസ്. നാലാമത്തെ കാര്യം ഹാവ് എ ഗുഡ് അപ്പിയറൻസ്. അഞ്ചാമത്തെ കാര്യം ലേൺ ദ ലാംഗ്വേജ്. ആറാമത്തെ കാര്യം ബി ജെനുവിൻ. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.